ഡോളർ കടത്ത് കേസിൽ സ്പീക്കറെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതിൽ നിയമ തടസ്സമില്ലെന്ന് കസ്റ്റംസിന് നിയമോപദേശം. നിയമസഭാ സമ്മേളനകാലം ഒഴിവാക്കി സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനെ ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള സമൻസ് അടുത്തയാഴ്ച നൽകും. ഉയർന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ സമൻസ് നൽകണമെന്നാണ് കസ്റ്റംസിന് ലഭിച്ച നിയമോപദേശം. കസ്റ്റംസ് കൊച്ചി പ്രിവന്റീവ് ഓഫീസിൽ ഹാജരാകാൻ കഴിയുന്ന സൗകര്യപ്രദമായ തീയതി സ്പീക്കർ പി ശ്രീരാമകൃഷ്ണന് അറിയിക്കാം. കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തിരക്കുന്നതിന് കസ്റ്റംസിന് യാതൊരു നിയമ തടസ്സവുമില്ല. ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവാക്കേണ്ട ഭരണഘടനാപരമായ യാതൊരു പരിരക്ഷയും സ്പീക്കർക്കില്ല. ഇതിനേക്കാൾ ഉയർന്ന പദവികളിൽ ഉള്ളവരെ പോലും വിളിപ്പിക്കാൻ തടസ്സമില്ല. നിയമസഭാ ബജറ്റ് സമ്മേളനം ഈ മാസം 8-ന് തുടങ്ങാനിരിക്കെ നിയമസഭാ സമ്മേളനം അവസാനിച്ച ശേഷമായിരിക്കും സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനെ കസ്റ്റംസ് ചോദ്യം ചെയ്യുക. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളായ സ്വപ്ന സുരേഷ്, സരിത്ത് എന്നിവർ കസ്റ്റംസിന് നൽകിയ മൊഴിയിലാണ് ഡോളർ കടത്തിലെ പി ശ്രീരാമകൃഷ്ണന്റെ പങ്കാളിത്തം വെളിപ്പെട്ടത്. ഡോളർ അടങ്ങിയ ബാഗ് UAE കോൺസുലേറ്റിലെത്തിക്കാൻ ശ്രീരാമകൃഷ്ണൻ സ്വപ്നയെയും സരിത്തിനെയും ഏൽപ്പിച്ചിരുന്നെന്നാണ് ഇരുവരുടെയും സുപ്രധാന മൊഴി. സ്വർണ്ണക്കടത്ത് പിടിക്കപ്പെടുന്നതിന് തൊട്ടുമുമ്പ് ഒരു ഫ്ളാറ്റിൽ വെച്ചാണ് ഡോളർ അടങ്ങിയ ബാഗ് സ്പീക്കർ സ്വർണ്ണക്കടത്ത് പ്രതികൾക്ക് നൽകിയത്. ഇതേ കാര്യങ്ങൾ തന്നെയാണ് സ്വപ്നയും സരിത്തും മജിസ്ട്രേറ്റിന് നൽകിയ രഹസ്യമൊഴിയിലുമെന്നാണ് വിവരം. റിവേഴ്സ് ഹവാലയാണ് നടന്നതെന്നും അഴിമതി പണം പ്രമുഖർ ഇത്തരത്തിൽ വ്യാപകമായി വിദേശത്തേക്ക് കടത്തിയിട്ടുണ്ടെന്നുമാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ. സ്പീക്കർക്ക് പുറമെ മറ്റു ചില പ്രമുഖരുടെ പേരുകൾ കൂടി സ്വർണ്ണക്കടത്ത് കേസ് പ്രതികൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ജനം, കൊച്ചി.